നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയം പാനിക് അറ്റാക്ക് ആണ്. എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി എന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ഈ പാനിക് അറ്റാക്ക്? അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? അതിനുള്ള ചികിത്സ എന്താണ്? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. എന്താണ് പാനിക് അറ്റാക്ക്? പാനിക് അറ്റാക്ക് ഒരു തരം ആങ്സൈറ്റി അസുഖമാണ്. അതിതീവ്രമായിട്ടുള്ള ഒരു പേടി ഒരു കാരണമില്ലാണ്ട് പെട്ടെന്ന് വരുമ്പോൾ അതിനെ പാനിക് അറ്റാക്ക് എന്ന് പറയും. പലതവണയായി പാനിക് അറ്റാക്ക് വരുമ്പോൾ അതിനെ പാനിക് ഡിസോർഡർ എന്ന പ്രയോഗം ഉപയോഗിക്കും. എന്താണ് പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ? ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ മുതൽ തുടങ്ങി ഏറ്റവും റെയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ വരെ പറയുകയാണെങ്കിൽ നെഞ്ചിടിപ്പ്, കൈവിറ വരിക, വിയർക്കുക, നെഞ്ചത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, വയറിൽ എന്തോ അസ്വസ്ഥത അനുഭവപ്പെടുക, ഛർദ്ദിക്കാൻ മാതിരി തോന്നുക, തലകറക്കം മാതിരി തോന്നുക, എനിക്ക് എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകാൻ പോവുകയാണെന്ന് പെട്ടെന്നൊരു അനുഭവം വരിക, ഇതെല്ലാമാണ് ഒരു പാനിക് അറ്റാക്കിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. സാധാരണയായി പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തുടങ്ങി അതിന്റെ മാക്സിമം തീവ്രത ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ എത്തി ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ മാറുകയാണ് സാധാരണ പതിവ്. ചില അവസരങ്ങളിൽ റെയർ ആയിട്ട് ഒരു മണിക്കൂറോളം വരെ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. പാനിക് അറ്റാക്ക് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് ഒരു കാരണമില്ലാണ്ട് പെട്ടെന്ന് വരുന്നതും മറ്റത് ചില സന്ദർഭങ്ങളിൽ മാത്രം വരുന്നതുമായി. എന്തുകൊണ്ടാണ് പാനിക് അറ്റാക്ക് നമുക്ക് ചികിത്സിക്കേണ്ടത്? പാനിക് അറ്റാക്ക് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു, നമ്മുടെ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ബാധിക്കുന്നു, നമ്മൾ പല അവസരങ്ങൾ വിട്ടുകളയേണ്ടി വരുന്നു പാനിക് അറ്റാക്ക് മൂലം. പാനിക് അറ്റാക്ക് കൊണ്ട് തന്നെ മറ്റു പല സൈക്കാട്രി അസുഖങ്ങളും വരാം. പിന്നീട് വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്? അതിന് പല കാരണങ്ങളാകാം. ചിലർക്ക് ജനറ്റിക് ആയിട്ട് വരാം, ചിലർക്ക് ജീവിതത്തിലുള്ള സ്ട്രെസ് ഉള്ള കാരണങ്ങൾ, ജോലി മുഖാന്തരം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൊണ്ടുവരാം, തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവിന്റെ വ്യത്യാസം കൊണ്ടുവരാം, കുട്ടിക്കാലത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്നിവ തുടങ്ങിയ പല കാരണങ്ങളാൽ ഒരു പാനിക് അറ്റാക്ക് ഒരു വ്യക്തിയിലേക്ക് ഉണ്ടാകാം. എങ്ങനെയാണ് ഒരു പാനിക് അറ്റാക്കിനെ ഡയഗ്നോസ് ചെയ്യുക? പാനിക് അറ്റാക്കിനെ ഡയഗ്നോസ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചാണ്. പറഞ്ഞാൽ ഹിസ്റ്ററി മുഖാന്തരമാണ്. പാനിക് അറ്റാക്കിനെ ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേക ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാനുകളോ ഒന്നുമില്ല. സാധാരണ തോതിൽ എന്ത് പറ്റും വെച്ചാൽ, ആദ്യത്തെ പ്രാവശ്യം ഒരു വ്യക്തിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ആണോ എന്ന് വെച്ച് മെഡിക്കൽ വിഭാഗത്തിൽ ഒരു വ്യക്തി എത്തിപ്പെടും. യൂഷ്വലി ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോർമലാണ് എന്ന് കാണുമ്പോഴാണ് ഒരു പാനിക് അറ്റാക്കിന്റെ ഡയഗ്നോസിസിലേക്ക് എത്തുക. എങ്ങനെയാണ് ഈ പാനിക് അറ്റാക്കിനെ ചികിത്സിക്കുക? രണ്ടു തരമാണ് ചികിത്സാ രീതിയിലുള്ളത്. ഒന്ന് മെഡിസിൻസ് ഉണ്ട്, രണ്ടാമത്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്. സൈക്കോളജിക്കൽ മെത്തേഡ്സിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഉണ്ട്, റിലാക്സേഷൻ ടെക്നീക്സ് ഉണ്ട്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നീക്സ് പഠിപ്പിക്കാറുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ മെത്തേഡ്സിൽ പാനിക് അറ്റാക്കിനായിട്ടുള്ള സ്പെസിഫിക് മെഡിസിൻസ് ഉണ്ട്. അതിന്റെ കുറച്ചു കാലം കോഴ്സ് കഴിച്ച യൂഷ്വലി മാറിക്കിട്ടേണ്ടതാണ്. പക്ഷെ അത് ഒരു വ്യക്തിയുടെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അവസാനമായിട്ടൊരു പോയിന്റ്, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മെയിൻ ആയിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക എന്നാണ്. എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ട്രെസ് കുറയ്ക്കാൻ നോക്കുക, അതിനുവേണ്ടി എന്തെങ്കിലും റിലാക്സേഷൻ മെത്തേഡ്സ് പഠിക്കുക, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ. ഇതെല്ലാം ഒരു വ്യക്തിയുടെ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പാനിക് അറ്റാക്കിനെ കുറിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.